കേരളത്തിൽ ഈ 2020 രൂപം കൊണ്ടപ്പോൾ ഇരു മുന്നണികൾക്കും ഒരു ഒരു ഭയപ്പാടുണ്ടായി. ഒരു പ്രദേശത്ത് മാത്രമാണ് അത് നിൽക്കുന്നത്. പക്ഷെ അതിന് രൂപം കൊടുത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണക്കാരെന്ന് പറയുന്നത് കോൺഗ്രസ്സുകാർ തന്നെയാണ്, കിഴക്കമ്പലത്ത് നിന്ന് രൂപം കൊള്ളുന്നത്. ഈ 2020ക്ക് നിയമസഭയിലും ഒക്കെ അവർ ഭാഗ്യപരീക്ഷണം നടത്തിയിട്ടുള്ളതാണ്, ലോക്സഭയിലും ഒക്കെ. ഇനിയിപ്പോൾ BJPയുമായിട്ടൊരു സഖ്യത്തിലേക്ക് പോകാൻ സാധ്യത കാണുന്നുണ്ടോ? അല്ല, സാധ്യതയുണ്ട്. എന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് 2020ക്ക് ലിമിറ്റ് ഉണ്ട്. അവിടെ അവർക്ക് ഒരു 4 നിയമസഭാ മണ്ഡലങ്ങളിൽ വേണമെങ്കിലൊക്കെ ജയിക്കാനൊക്കെ പറ്റും, അല്ലെങ്കിൽ അതിനെ തോൽപ്പിക്കാൻ പറ്റും. പക്ഷേ ഓൾ കേരള അടിസ്ഥാനത്തിൽ സ്വാധീനമില്ല. അപ്പം ഒരു മുതലാളി ഒരു രാഷ്ട്രീയ പാർട്ടി തുടങ്ങുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അയാൾ വെറുതെ ഒരു പഞ്ചായത്ത് ഭരിക്കാൻ വേണ്ടി തുടങ്ങുന്നതല്ലല്ലോ. മാത്രമല്ല അയാളെ വിഷനൊക്കെ കൊള്ളാൻ പറയാം. ഈ പുതിയ കേരളത്തിന് ആവശ്യമായിട്ടുള്ള വിഷനൊക്കെയാണ് അയാൾ പറയുന്നത്. പിന്നെ കുറച്ചുകൂടി മുതലാളി ആയതിൻ്റെ ഒരു ഹുങ്കുണ്ട് പലപ്പോഴും സംസാരത്തിലെന്ന് മാത്രമാണ്. അതിപ്പോൾ ആർക്കല്ലാത്തത് അയാളായതുകൊണ്ട് നിങ്ങൾ എടുത്തു പറയുന്നു. അത് രാഷ്ട്രീയക്കാർക്ക് പൊതുവേ ഹുങ്കുണ്ട്. കോൺഗ്രസ്സുകാർക്ക് അങ്ങനെ കണ്ടിട്ടില്ല. എന്നാൽ ഞാൻ കണ്ട പലരെയും പേഴ്സണലി കാണുമ്പോൾ പല കോൺഗ്രസ്സുകാരും ഭയങ്കര അഹങ്കാരം നേരിട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ ഇവരൊക്കെ കോഴ്സാണ്. CPM എന്ന പേഴ്സണലി കാണുമ്പോൾ അത്ര അഹങ്കാരം അല്ലാന്നും കേട്ടിട്ടുണ്ട്. പുറത്തുള്ള ഈ മസലേ ഉള്ളൂ എന്നും കേട്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് സഖ്യത സാധ്യതയൊക്കെ ഉണ്ട്. കാരണം BJPനെ പറക്കേണ്ട ആവശ്യം അവർക്കില്ലല്ലോ. മോഡി ഡെവലപ്മെൻ്റാണ് പറയുന്നത്. പിന്നെ വർഗീയതയാണ് പ്രശ്നം. അവിടെ ഈ വർഗീയത പറയുകയെന്ന് വെച്ചാൽ വർഗീയത, ഇപ്പോൾ കേരളത്തിൽ വർഗീയത എന്ന് പറഞ്ഞാൽ അത് എൻ്റെ ദോഷന്മാർക്കാണ്, അല്ലെ വർഗീയതയെ പേടിക്കുന്നവരാണ്. അത് മുസ്ലിം മൈനോറിറ്റിയാണ്. മുസ്ലിം മൈനോറിറ്റി തന്നെയുള്ള ഈ പറയുന്ന ഫ്രഞ്ച് STP ഇങ്ങനെയുള്ള സാധനങ്ങളാണ്. അവരാണ് ഇയാൾക്ക് ഏറ്റവും കൂടുതൽ പണി കൊടുത്തതെന്ന് അയാൾ പറയുന്നത്. മാലിന്യ സംസ്കരണ പ്ലാന്റുമായിട്ട് ബന്ധപ്പെട്ട് വലിയ പ്രോബ്ലംസ് ഉണ്ടാക്കി. ഇനി ഇയാളെ വലിയ 25 കോടി മറ്റോ ചോദിക്കുകയും ചെയ്ത് അവരാണെന്നാണ്. ഇൻ ദ സെൻസ് മുസ്ലിം തീവ്രവാദ സംഘടനകളാണ്. അങ്ങനെ പേരെ അയാൾ പറഞ്ഞിട്ടില്ല, അയാൾ പറഞ്ഞത്. അപ്പം അയാളെ സംബന്ധിച്ചിടത്തോളം BJP ഒരു സഖ്യം കൂടുന്നതിന് കുഴപ്പമൊന്നുമില്ല. BJPക്ക് അത് ഗുണമാണ്. BJPക്ക് താരതമ്യേന സ്വാധീനം ഇല്ലാത്ത സ്ഥലമാണ് ഈ ഏരിയ. അപ്പോൾ അവിടെ ഒരു ഇങ്ങനെ ശക്തമായ സഖ്യകക്ഷിനെ കിട്ടുമ്പോൾ അത് BJPയും ഗുണമാണ്, പരസ്പരം അങ്ങോട്ടും ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇയാളെ സെക്യുലേഴ്സ് എന്നുള്ള സ്ഥാനത്ത് ഇയാൾ പേടിക്കുന്നുണ്ടെങ്കിൽ നടക്കില്ല. BJP ഹാപ്പി ആയിരിക്കും. BJP 4 അവർ മുസ്ലിം ലീഗായിട്ട് എന്ത് സഖ്യം ഉണ്ടാക്കിയെന്ന് വെച്ചാൽ നീ STPക്കാരായിട്ടും വേണമെങ്കിൽ അവർ സഖ്യം ഉണ്ടാക്കും. കാരണം അവർ STP ആകാതിരുന്നാൽ പോരെ. അപ്പോൾ അവർ ഇതിൽ വലിയ തീവ്രവാദികളായിരുന്നു. മുഫ്തി മുഹമ്മദ് സയ്യിദിൻ്റെ മോള്, അവർ സഖ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നല്ലേ BJPക്ക് അതൊരു പ്രശ്നമൊന്നുമല്ല. പക്ഷെ അങ്ങനെ ഒരു സഖ്യത്തിലേക്ക് പോയാൽ എന്തെങ്കിലും തരത്തിൽ ഇപ്പം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേട്ടം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമായിരിക്കും, അല്ലേ? അങ്ങനെയല്ല, ഇത് പരസ്പരം വരുമ്പോൾ ശക്തി പിടിക്കും. ശക്തി വരുന്ന സമയത്ത് മറ്റുള്ള സ്ഥലത്ത് ഇപ്പോൾ ഈ സാബുവിൻ്റെ മൂവ്മെൻറ്റിനോട് താല്പര്യമുള്ള ഒരുപാട് ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. പഴയ AAPക്കാർ, പഴയ കമ്മ്യൂണിസ്റ്റുകാർ, പഴയ CPM, കോൺഗ്രസ്സുകാരൊക്കെ, അവരൊക്കെ തന്നെ അതാത് പോലെ സ്വാധീനം ഇല്ലാത്തതുകൊണ്ടാണ്. BJPനെ പോലെ സഖ്യകക്ഷി വരുമ്പോൾ അവിടെയൊക്കെ സ്വാധീനം വരും. പിന്നെ 2 BDJSും കൂടി വരുമ്പോൾ ഒരു വല്ലാത്തൊരു നമ്മൾ വിചാരിക്കാത്ത തലത്തിലേക്ക് പോകും. പക്ഷേ BDJSന് അവർ വേണ്ടത് BJP പരിഗണിക്കുന്നില്ല എന്നുള്ള പ്രശ്നമുണ്ട്. BDJSും അങ്ങനെ ശക്തമായിട്ടുള്ള ഓരോരോ ലോക്കലായിട്ടുള്ള ഇങ്ങനെയുള്ള ഗ്രൂപ്പുകളെ കൂട്ടുമ്പോൾ അവരവിടെ ശക്തമാണ്. BJPക്ക് അത് ഗുണമാണ്. BJPൻ്റെ ഓൾ ഇന്ത്യ പ്രസൻസ് ഇവർക്കും ഗുണമാണ്. പരസ്പരം സഹായിക്കും. പക്ഷേ BDJSനെ കൂടി ശക്തിപ്പെടുത്തണം, അവിടെയാണ് പ്രശ്നം. നമ്മളിപ്പോൾ ഈ ചർച്ച ഇതെല്ലാം നടക്കുക, അതാണ് എൻ്റെ സംശയം. നമ്മളിങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ട്, ഇവന്മാർ ഇതെല്ലാം ചെയ്യും. ഇവന്മാർ നല്ല രാഷ്ട്രീയക്കാരുടെ നിലപാടാണ് നമ്മൾ വിചാരിക്കും. എന്തെന്നാണ് എന്ത് നിലപാടാണ് ഇവരെടുക്കുന്നത്? ആകപ്പാടെ എനിക്ക് വ്യത്യസ്തമായി തോന്നി പിണറായി വിജയനാണ്. പിണറായി വിജയൻ ഓരോ സമയത്ത് ഓരോ നിലപാടെടുക്കുക നമുക്ക് വിചിത്രമായി തോന്നിയെങ്കിൽ അയാൾ ദീർഘകാലാടിസ്ഥാനത്തിൽ ലക്ഷ്യങ്ങൾ മുൻകൂട്ടി കണ്ട് ചെയ്യുന്നതാണ്. പെട്ടെന്ന് തിരിച്ചടി ഉണ്ടാവുമെങ്കിലും അവസാനം വിചാരിച്ചെടുത്ത സാധനം കൊണ്ട് തെറ്റി. അത് പിണറായിക്ക് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. നമ്മൾ തെറ്റാതെ നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കൊണ്ട് അങ്ങനെ ശരിയെന്ന് തെളിയിക്കും കേരളത്തിൽ. അപ്പം ഇത് വേറെ ഇവരാരെങ്കിലും ചെയ്യും, എനിക്കൊന്നുമില്ല. ഇപ്പോൾ രാജീവൊക്കെ ഉണ്ടെങ്കിൽ പോലും അവർക്ക് ചെയ്ത് അങ്ങനെയാണ് BDJSന് ഇപ്പോഴത്തെ പരിഗണന കൊടുത്തില്ല. ഒരു സ്റ്റെംബ്ലിംഗ് ബ്ലോക്ക് ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പരിഗണന 2020 കിട്ടിക്കഴിഞ്ഞാൽ അല്ലേ 2 BJPയും ഗുണമാണ്, അവർക്കും ഗുണമാണ്. കേരളത്തിലെ ഇപ്പോൾ ഒരു മാറ്റം വേണമെന്ന് വലിയ വിഭാഗം ജനങ്ങളുണ്ട്. ഒരു മാറ്റത്തിൻ്റെ പതാകവാഹനാകാൻ ആരും ഇല്ലാത്തതുകൊണ്ട് അവർ പേടിച്ച് നിൽക്കുകയാണ്. മിഡിൽ ക്ലാസ് ആണ്, അവർക്ക് CPM അടി പേടിയാണ്, കോൺഗ്രസിൻ്റെ സൈബർ പേടിയാണ്, എല്ലാവർക്കും പേടിയാണ്. അതിനിടയ്ക്ക് അവർക്ക് കൂടെ നിൽക്കാൻ ഒരുത്തനുണ്ടെങ്കിൽ അവർ റിയാക്ട് ചെയ്യും. ഇതിനൊക്കെ ഇമ്മീഡിയറ്റ്ലി നെഗറ്റീവായിട്ട് ബാധിക്കാൻ വന്നത് കോൺഗ്രസിനായിരിക്കും. കാരണം സാബു ഏറ്റവും കൂടുതൽ കവർന്നിട്ടുള്ള കോൺഗ്രസിൻ്റെ വോട്ടാണ്. സാബു വന്നതോടുകൂടി ആ മേഖലയിൽ സത്യത്തിൽ കോൺഗ്രസിന് ഭയങ്കര പേടിയായി വന്നിട്ടുണ്ട്. CPMക്ക് അത്ര പേടിയില്ല. അല്ല, 2020 ഉണ്ടായത് തന്നെ കോൺഗ്രസ്സുകാർ. അതെ, ഇയാളൊരു ബെന്നി ബെഹനായിട്ടാണ്. അതാണ് അതിൻ്റെ പ്രശ്നം. അത് CPMായിട്ട് നല്ല ബന്ധമായിരുന്നു. ഇപ്പം തന്നെ ഒരുപാട് കോൺസ്പിറസി തിയറി ഉണ്ട്. ഇയാൾ സാബു
പിണറായി ആയിട്ട് ഇപ്പോൾ നല്ല ബന്ധമാണ്, അവർ പുറത്തങ്ങനെ അടിക്കുന്നതെന്നൊക്കെ എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്. ഞാൻ പിന്നെ എനിക്കത് അറിയില്ല. ഏതായാലും അത് കോൺഗ്രസിനാണ് കൂടുതൽ ബാധിക്കാൻ പോകുന്നത്. പക്ഷേ ഒരു മൂവ്മെൻറ്റായി ശക്തി ബി ജെ പിയും കൂടി വലിയ മൂവ്മെൻറ്റായി എല്ലാ സ്ഥലത്തും അവർ വോട്ട് പിടിക്കും. ഇതിൻ്റെ സംഭവം ഇപ്പോഴത്തെ BDJS വേണം. ഇപ്പം എനിക്ക് പലരെയും വിചാരം ഞാൻ ഈ BDJSനെ പറ്റി പറയുന്നത് ഞാനെന്തോ എനിക്ക് വെള്ളാപ്പള്ളിയോട് വലിയ സ്നേഹം ഉണ്ടായിട്ടു. എനിക്ക് അങ്ങനെ വെള്ളാപ്പള്ളിയെ പ്രത്യേകിച്ച് ഒരു സ്നേഹവുമില്ല. അർഹമായ പ്രാതിനിധ്യം കിട്ടിയിട്ടില്ല. അതെന്തുകൊണ്ട് അവർ കൊടുക്കുന്നില്ല എന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. അതൊരു വിഷയമാണത്. BDJS ഇപ്പം ലീഗ് ചെയ്യുന്ന പോലെ ചെയ്താൽ മതി. അതിന് നെഗറ്റീവൊക്കെ ഉണ്ടാവും. BDJSന് ഇവരുടെ സീറ്റുകൾ അങ്ങ് കൊടുത്തേക്കുക. എന്നിട്ട് BJP നായന്മാരെ മറ്റുള്ളവരെ നോക്കുക. അതാണ് കോൺഗ്രസ് ചെയ്യുന്നത്. മുസ്ലിം ലീഗിന് മുസ്ലിം സീറ്റുകൾ കോൺഗ്രസ്, പിന്നെ പേരിന് 1-2 മുസ്ലിംസിന് കോൺഗ്രസിലിടും. അതിൻ്റെ നഷ്ടം കോൺഗ്രസിന് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ BJPക്ക് ആ പ്രശ്നം വരില്ല. പക്ഷെ BDJS നിന്നിടത്തും നഷ്ടം കോൺഗ്രസിന് തന്നെ ഉണ്ടായിട്ടുണ്ട്. കോൺഗ്രസിന് ഉണ്ടായിട്ടുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ അത് BJP ഗുണം ചെയ്യും. പിന്നെ ഇവർ ഭരിക്കുമ്പോൾ ഒറ്റയ്ക്ക് ഭരിക്കാന്നൊക്കെ പറയുന്നത് എന്ത് കണ്ടിട്ടാണ് അടുത്ത നിയമസഭ പിടിക്കാന്ന് പറയുന്നതെന്നൊക്കെ എനിക്കറിയില്ല. അത് പിന്നെ ഇവർ നേതാക്കന്മാർ വെറുതെ അങ്ങനെയല്ല അവർക്ക് പറഞ്ഞു പറയാൻ പറ്റുള്ളൂ. ഒരു 5-10 സീറ്റ് അവർക്ക് പിടിക്കാം. ഇപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ ഒരു ധാരണ ഉണ്ടാക്കി പോവുകയാണെങ്കിൽ 2020 എവിടെ വരെ നിൽക്കാൻ കഴിയും? എറണാകുളം ജില്ലയായിരിക്കും അവർ പ്രധാനമായിട്ട്. എറണാകുളം, തൃശ്ശൂർ ആ മേഖലയാണ്. അവരുടെ മോഡൽ 2020 മോഡൽ ആളുകൾക്ക് ഇഷ്ടമാണ്. മെഡിക്കൽസ് തൃശ്ശൂരൊക്കെ എന്ന് വെച്ചാൽ ഈ ക്രിസ്ത്യൻസിൻ്റെ വോട്ട് എന്ന് വെച്ചാൽ അവർ കാര്യം ആളെ നോക്കിയേ വോട്ട് ചെയ്യുള്ളൂ. ആളെ നോക്കി പെർഫോമൻസ് നോക്കിയൊക്കെ വോട്ട് ചെയ്യുള്ളൂ. ആ മേഖലയിൽ അവർക്ക് എല്ലാ സ്വാധീനം ചെലുത്താൻ പറ്റും. ഈഴവർ മാത്രമാണ് ചിഹ്നം നോക്കി വോട്ട് ചെയ്യുന്നത്. നായേഴ്സും അവരുടെ ഒരു എന്താ പറയുക, അവർ ഒരു തറവാടിത്തമായിട്ട് ബന്ധപ്പെട്ടിരിക്കും പലപ്പോഴും. അവരുടെ അതുമായിട്ട് ഒത്തുവന്ന് മാന്യമായ ആളുകൾക്ക് വോട്ട് ചെയ്യും. അതാണ് നായന്മാരുടെ പോളിസി. ചിഹ്നം നോക്കി ഈഴവർ വോട്ട് ചെയ്തുകൊണ്ടാണ് കുഴപ്പമുണ്ടാക്കിയെന്ന് വെള്ളാപ്പള്ളി എവിടെയാണ് ചിഹ്നം നോക്കി വോട്ട് ചെയ്യുന്നത്? നായേഴ്സ് വോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? അത് ചിഹ്നം നോക്കി അങ്ങനെയൊന്നുമല്ല. നായേഴ്സ് വോട്ട് ചെയ്യുന്നത് വെച്ചാൽ അവരുടെ നായന്മാരുടെ ഒരു സൗമ്യ സ്വഭാവം ഉണ്ടല്ലോ, മാന്യമായ സോക്കോൾഡ് മാന്യത. ആ മാന്യതയായിട്ട് അത് ഇങ്ങനെ കേൾക്കുന്ന ആളുകൾക്ക് അവർ വോട്ട് ചെയ്യും. അലമ്പ് ഉണ്ടെന്ന് വെച്ചാൽ അവർ വോട്ട് ചെയ്യില്ല. അതുപോലെ മുസ്ലിംസ് ആണെങ്കിൽ ഞമ്മൻ്റെ ആളാണ് അവർ വോട്ട് ചെയ്തിരിക്കും. അല്ലെങ്കിൽ ഇപ്പുറത്ത് ഞമ്മൻ്റെ ആളുകൾ എതിർപ്പൊപ്പകാരൻ്റെ വരണം. ക്രിസ്ത്യാനികൾ പെർഫോമൻസ് നോക്കിയിട്ടാണ് വോട്ട് ചെയ്യുക. പൊതുവെ മുസ്ലിംസിന് വോട്ട് ചെയ്യാൻ പഠിക്കും. പിന്നെ മുസ്ലിംസിനെ കണ്ടുകൂടാ. എല്ലാ ക്രിസ്ത്യാനികളെല്ലാം പറഞ്ഞത് ഈ പറയുന്നതിൻ്റെ അതിനിങ്ങനെ സഭയൊക്കെ പറയുന്നതനുസരിച്ച് വോട്ട് ചെയ്യുന്നവർക്കൊരു മുസ്ലിം വിരുദ്ധതയുണ്ട്. അത് തിരിച്ചുകൊണ്ട് അപ്പോൾ BDJS അതാണിപ്പോൾ നിങ്ങൾ തൃശ്ശൂർ, ആലപ്പുഴ അല്ല ഇവിടെ എറണാകുളത്ത് കാണുന്നത്. അപ്പോൾ BDJSന് 2020 അർഹമായ പ്രാതിനിധ്യം കൊടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ BJPക്ക് കേരളത്തിൽ അതാണ് രാജീവ് കാണിക്കുന്നത്. എനിക്കറിയില്ല രാജീവിൻ്റെ അടുത്ത പ്ലാൻ. രാജീവ് ഒന്നും മിണ്ടുന്നുമില്ല. ഞാൻ വിളിച്ചാൽ ചിലപ്പം അവരൊക്കെ വിവരങ്ങളൊക്കെ കിട്ടും. ഞാൻ പിന്നെ അവർ വേണമെങ്കിൽ കൊണ്ട് പറയട്ടെ വിചാരിച്ചേക്കാം. ഞാൻ അങ്ങോട്ട് വിളിക്കുന്നു. ഞാൻ എന്തെങ്കിലും എനിക്കങ്ങനെ വൈറ്റലായിട്ട് എന്തെങ്കിലും അവർക്ക് ഒരു ഒരു ഗുണകരമായിട്ടുള്ള എന്തെങ്കിലും ഒരു സ്ട്രാറ്റജി പറഞ്ഞു കൊടുക്കാൻ പറ്റുമെങ്കിൽ ഓക്കെ. അല്ലാതെ ഞാൻ വിളിക്കില്ല. അവർ വേണമെങ്കിൽ കൊണ്ട് വിളിച്ചു പറയട്ടെ. അല്ല, BDJSന് നമ്മൾ നേരത്തെ പറയാറുണ്ടല്ലോ പ്രാതിനിധ്യം അവർക്ക് വൈകിയിരിക്കും. അത് ഇവർക്ക് മനസ്സിലാവാത്ത എന്തുകൊണ്ടാണ് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി ഇതിൻ്റെ ഒരു പ്രശ്നം നമുക്ക് BJPനെ പറ്റി പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞു എന്നുള്ളത്. ഇനിയിപ്പോൾ അവർ ആക്ട് ചെയ്യട്ടെ. ഈ പറയുന്നതിൽ കാര്യം ഉണ്ടെങ്കിൽ അവർ ആക്ട് ചെയ്യട്ടെ. അല്ലെങ്കിൽ പിന്നെ അവർ ഈ പറയുന്നത് പോലെ അവരുടേതായ വിധി അവർ ഫേസ് ചെയ്യട്ടെ. നമുക്കെന്താ പ്രശ്നം? നമ്മൾ വെറുതെ വന്നിങ്ങനെ കളകള വർത്താനം വന്നിട്ട് ആരും കേൾക്കാനില്ലാതെ എനിക്കിഷ്ടമില്ലാത്ത കാര്യമാണ്. അപ്പം എന്തെങ്കിലും ഈ പറയുന്ന ആളുകൾക്ക് ഇമ്പാക്റ്റ് ചെയ്തൊക്കെ കൊണ്ടുണ്ടെങ്കിൽ ലെറ്റ് ദം ഡിസ്കസ് വിത്ത് വെള്ളാപ്പള്ളി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.